അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രഖ്യാപിക്കണം, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ വിശുദ്ധ ദീനിനെ ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. പക്ഷേ പല നിലക്കുള്ളതായ കടത്തിക്കൂട്ടലുകളും ഈ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, അതിൻ്റെ സംരക്ഷണ സംവിധാനം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഇതിനെ സംരക്ഷിക്കാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ സംവിധാനത്തിൽപ്പെട്ടൊരു സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദീൻ അതിൻ്റെ ആരംഭം മുതൽ തന്നെ അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് യാതനകളും വേദനകളൊക്കെ അനുഭവിച്ചവരാണ്, പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളും അവരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. അവരത് ദീനിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ദീനിന് ഏത് സമയത്തും ആ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ശക്തമാവുന്നതായ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും. അപ്പം യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആ സരണി, അതിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് പ്രയാസങ്ങളുണ്ടാവും. പല നിലക്കുള്ളതായ പ്രയാസങ്ങളെ കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തപ്പെടും. നമ്മുടെ പ്രവർത്തകർക്ക് പ്രയാസങ്ങളുണ്ടാവും. പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കപ്പെടും. മഹാന്മാരാവുന്ന അയിമ്മത്തിനെ വംതുഹിയ അഹ്ലുൽ ഇൽമ് ലിയഖൂലു ബിഖൽഖിൽ ഖുർആൻ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഇവിടെ കടന്നു വരും. അത് കടന്നു വരുമ്പോൾ പല നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു. പണ്ടില്ല ചില മഹല്ലത്തുകളിൽ നിന്നൊക്കെ ചില ഉസ്താദന്മാരെ പിരിച്ചു വീണുണ്ട്. അത് കാരണം വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് ഇക്കാര്യം പിരിച്ചു വിടുന്നത്. അപ്പം അങ്ങനെ ഉസ്താദന്മാരൊക്കെ ഓരോ മഹലിൽ നിന്നും പിരിച്ചു വിടാനൊന്നും ആരും ശ്രമിക്കണ്ട. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമായിരിക്കും. അവർ ഉസ്താദന്മാരെന്ന് പറഞ്ഞത് വിശുദ്ധമാവുന്ന ദീനിൻ്റെ കാവൽക്കാരാണ് അവർ. അപ്പം നല്ല നിലക്ക് നടക്കുന്ന മഹല്ലുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി സുന്നത്ത് ജമാഅത്തിനെയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങൾ പറയുമ്പോൾ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഏതെങ്കിലും മഹല്ലത്തുകാരുണ്ടെങ്കിൽ അവരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത്, ആ കളി സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരോടും അതിൻ്റെ പ്രവർത്തകരോടും വേണ്ട എന്നുള്ളതാണ്. പോഷക സംഘടനകളോടും പറയാനുള്ളത് അതാണ്. സമസ്തനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാവണം നിങ്ങളുടെ പ്രവർത്തനം എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ സമസ്തൻ്റെ കീഴ് കാണുന്ന സമസ്തനെ ശക്തിപ്പെടുത്തണം. സമസ്തനെ ശക്തിപ്പെടുത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനം ഏത് പോഷക സംഘടനകളാണെങ്കിലും അവർ ചെയ്യേണ്ടത് സമസ്തനെ ശക്തിപ്പെടുത്തലാണ്. സമസ്തനെ ശക്തിപ്പെടുത്താനാണ് പോഷക സംഘടനകൾ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. എല്ലാ പോഷക സംഘടനയും മുന്നിൽ സമസ്ത എന്ന് കൂട്ടി കൊടുക്കുന്നുണ്ടില്ലേ? അത് എന്തിനു വേണ്ടിയാ? ഇതൊക്കെ സമസ്തൻ്റെ പോഷക സംഘടനകളാണ്. സമസ്തക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റുന്ന പോഷക സംഘടനകളാണ് എല്ലാ പോഷക സംഘടനകളും. എല്ലാ പോഷക സംഘടനകളോടും പറയാനുള്ളത്, എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതായ പോഷക സംഘടനകളാവണം സമസ്തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകളും. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബാംഗ്ലൂർ സമ്മേളനം അത് വളരെ വിജയിച്ചപ്പോൾ അതിനെ ചില ആളുകളൊക്കെ കളിയാക്കിയുള്ള ചില മൗലവിമാരൊക്കെ ഉണ്ട് പല ഭാഗത്തും. അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്ന പടിയല്ല നമുക്ക്. ആ മറുപടി ഇതാണ്, ഈ സമ്മേളനം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറുപടി ചെയ്യുന്നത്. സമസ്ത എവിടെ സമ്മേളനം നടത്തുന്നത് ഇവന്മാരാ തീരുമാനിക്കേണ്ടത്. അപ്പോൾ സമസ്തൻ്റെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, സമസ്തൻ്റെ മഹാന്മാരാവുന്ന അസാത്തിദ്, സമസ്തൻ്റെ മറ്റുള്ള നേതാക്കന്മാർ അവരൊക്കെ കൂടിയെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം. അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നമ്മൾ ആ സമ്മേളനം നടത്തി. ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു ചെയ്തു. എവിടെയും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും. അതൊക്കെ വിജയിപ്പിച്ചെടുക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് കഴിയും. പിന്നെ ഏതെങ്കിലും കേക്കോ പടിഞ്ഞാറോ ഉള്ള മൗലവിമാർ അങ്ങനെ പലതും അവരൊക്കെ നമ്മൾക്ക് അതൊന്നും എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതൻ എന്നുള്ള നിലക്ക് പണ്ഡിതൻ്റെ ആ പാണ്ഡിത്യത്തിനോട് യോജിച്ചതല്ലാതെ മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ആര് എതിർത്ത് പറഞ്ഞാലും ഇപ്പോൾ വലിയൊരു പ്രയാസവും വേദനയൊക്കെ ഉള്ളൊരു സമയമാണ് ഇത്യാൻ വാപ്പി മസ്ജിദ്. നമുക്കറിയാലോ, ആ മസ്ജിദിൽ ഇവിടെ പൂജക്കുള്ളതായ ഒരു സമ്മതം കൊടുക്കുന്ന ഒരു വിധി ഇവിടെ വന്നു. അതിൽ നമുക്ക് ദുഃഖമുണ്ട്, ഖേദമുണ്ട്.
ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തിൽ ആരാധനാലയങ്ങളെ സംരക്ഷണ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇവിടെ സംരക്ഷിച്ചുകൊണ്ടാവണം ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും മറ്റ് വിധികർത്താക്കളാണെങ്കിലും വിധിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതൊക്കെ. അപ്പോൾ ആ നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അവിടെ പൂജയ്ക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം, ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് കോടാലി വെക്കണ നിലക്കുള്ള പ്രവർത്തനം ആരിൽ ഇതുണ്ടാവാൻ പാടുള്ളതല്ല. നമ്മളതിന് നിയമപരമായിട്ട് അതിനെ മറികടക്കാൻ കഴിയും. ഇവിടെ ഒരു ഭരണഘടന ഉണ്ട്, ഇവിടെ അതിനൊരു നിയമ സംവിധാനങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഉപയോഗിച്ച് കൊണ്ടിട്ട് എങ്ങനെയാണ് ഈ നിലക്കുള്ള വിധികൾ ഇവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ നിലക്കുള്ളതായ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. പലരും പറഞ്ഞു എന്ന് പറഞ്ഞു സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇതിന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാഞ്ഞെന്നൊക്കെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രതികരിക്കുമ്പോൾ അതിനതിൻ്റേതായ ഒരു ഭാഷ ഉണ്ട്, ആ ഭാഷയിൽ മാത്രമേ പ്രതികരിക്കുള്ളൂ. അതല്ലാതെ ആരെങ്കിലും പറയുന്ന ഭാഷയിൽ പ്രതികരിക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരന്നും കൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ട്, ഈ പ്രസ്ഥാനത്ത് ദീനിൻ്റെ പ്രസ്ഥാനമാണ്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിലേക്കുള്ള സൈറിലാണ് നമ്മളുള്ളത്. ഇന്നൽ ഇൻസാന ലാ യസ്തതിഉ അൻ യസീറ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല. ഏതൊരു മനുഷ്യനും അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിലാണ്. ആ പ്രയാണത്തിൽ നമുക്ക് വിജയിക്കണ്ടേ? ആ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ശരിയായ റൂട്ടിൽ കൂടി നമ്മൾ പോകണം, എന്നാലേ ആ വിജയിക്കുള്ളൂ. അല്ലാതെ വഴി വളഞ്ഞു പോയാൽ ഒരിക്കലും വിജയത്തിലെത്തൂല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹുവിലേക്കുള്ളതായ സൈറ്, ആ പ്രയാണത്തിൽ ഏതൊരു മനുഷ്യനിക്കും ആ പ്രയാണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ മഹാന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താ? ഇല്ലാ ബി ഖൽബിൻ യർആ ഹുദൂദല്ലാഹ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹുദൂദുകൾ, ആ അതിർവരമ്പുകളെ സൂക്ഷിക്കുന്നതായ ഒരു ഹൃദയം നമുക്കുണ്ടാവണം. ഈമാനിൻ സഹിയും സഹിയാവുന്ന ഈമാൻ നമ്മൾക്കുണ്ടാവണം. അഖീദത്തിൻ സാബിത്തത്തിൻ ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള അഖീദയാവണം നമ്മളെ അഖീദ. അതാണ് അഖീദത്തിൻ സാബിത്തത്തിൻ ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുണ്ടാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ അവരെ അഖീദയായി കൊണ്ട് അംഗീകരിച്ചു പോകുന്ന അഖീദയാവണം നമ്മളെ അഖീദ. എന്നാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം സാധ്യമാവുള്ളൂ. അത് മാത്രം പോരാ. അഅ്മാലിൻ മുഖയ്യദത്തിൻ ബി ശരീഅത്തില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ശരീഅത്ത്, ആ ശരീഅത്തിനോട് മുവാഫഖത്തായ അമലുകളാവണം നമ്മളോടുണ്ടാവണം. ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കണം, എന്നാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം സാധ്യമാവുള്ളൂ. അത് മാത്രം പോരാ. അഖ്ലാഖിൻ മുഖ്തബസത്തിൻ മിൻ അഖ്ലാഖി റസൂലില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പകർത്തപ്പെടുന്ന സ്വഭാവങ്ങളാവണം ഉണ്ടാവേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം ശരിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കണം എന്ന് പറഞ്ഞത്, അല്ലാതെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണം നിങ്ങളോടൊക്കെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഈ പറയുന്നതായ 4-5 കാര്യങ്ങൾ: ഖൽബുൻ യർആ ഹുദൂദല്ലാഹ്, വ ഈമാൻ സഹീഹ്, വ അഖീദത്തിൻ സാബിത്തത്തിൻ, അതുപോലെ തന്നെ വ അഅ്മാലിൻ മുഖയ്യദത്തിൻ ബി ശരീഅത്തില്ലാഹ്. മാത്രം പോരാ, വ അഖ്ലാഖിൻ മുഖ്തബസത്തിൻ മിൻ അഖ്ലാഖി റസൂലില്ല. ഈ സ്വഭാവങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടാവണം, എന്നാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം സാധിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ നമ്മൾ വർത്താനത്തിൽ സത്യം പറയാൻ പാടും. സത്യമല്ലാത്ത വർത്താനം നമ്മൾ പറയാൻ പാടില്ല. വസ്സഫാഫിൽ അഹ്വാൽ, നമ്മളെ എല്ലാ അവസ്ഥയിലും സഫാ നമുക്കുണ്ടായി തീരണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ ഫിൽ അഫ്ആൽ, പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവണം.